ഞാൻ ഓരോരുത്തരെയും കേൾക്കാറുണ്ടെന്ന് ലക്ഷ്മി പറയാണ് ലൈവിൽ. അവർ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഷാനവാസ്, ആര്യൻ, ലക്ഷ്മി, അക്ബർ എല്ലാവരും ഉണ്ട്. അനീഷ് മാത്രം അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനീഷിനെ കുറിച്ച് തന്നെയാണ് ചർച്ച. അനീഷിനെ ലക്ഷ്മി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് ലക്ഷ്മി പറയുന്നത്. ഷാനവാസ് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത്തോളം ലക്ഷ്മിക്ക് മനസ്സിലാക്കിയിട്ടില്ല. ലക്ഷ്മിയേക്കാൾ എത്രയോ കൂടുതൽ ഞാൻ അനീഷിനെ മനസ്സിലാക്കിയതാണെന്ന്. അപ്പം ലക്ഷ്മി പറയാണ് ഞാൻ മനസ്സിലാക്കുന്നതല്ലേ എനിക്ക് ബെറ്ററായിട്ട് തോന്നത്തുള്ളൂ, അതല്ലേ ശരിയാണെന്ന് എനിക്ക് തോന്നത്തുള്ളൂ. ഷാനവാസ് പറയുന്ന എല്ലാവരുടെയും വിശ്വാസം എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന്. വിശ്വാസം എന്നുള്ള രീതിയിലല്ല, ഒരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഞാനിവിടെ എല്ലാവരെയും മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്, അതുപോലെ ആളെയും മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ തരിച്ചു പോയെന്ന് ഷാനവാസ് പറയുന്നത്. ലക്ഷ്മി പറയുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാകാം, ആൾക്ക് തെറ്റിദ്ധാരണകൾ ഒത്തിരി ഉണ്ട്, പക്ഷെ അതൊന്ന് മാറ്റി കൊടുക്കാൻ ശ്രമിക്കണം. അപ്പം നെവിൻ പറയുന്നത് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാനെന്ന്. അപ്പം ലക്ഷ്മി പറയുന്നത് നീ ഇപ്പം മുടി ഫ്രണ്ടിലോട്ട് ഇട്ടപ്പം പുള്ളിക്കാരൻ തെറ്റിദ്ധരിച്ച്, നീ ഫുഡ് കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് മുടി ഇങ്ങനെ ആക്കിയത്, പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെയല്ല ധരിച്ച്. ആ ലക്ഷറി ബക്കറ്റ് എടുക്കുന്ന സമയത്ത് നീ ആഹാരം കണ്ട് നീ എക്സൈറ്റഡ് ആയി, പക്ഷെ നിൻ്റെ മനസ്സിൽ അത്രേ ഉള്ളൂ, നീ ആഹാരം കണ്ടിട്ട് ആ ഒരു ഇത് കാണിച്ച്. ആൾ അവിടെയുള്ള ഒറ്റ ഒരു ക്യാമറയിലാണ് ആളുടെ മുഖത്തെ എക്സ്പ്രഷനും ഇട്ട് അവിടെ നിന്നുകൊണ്ടിരുന്നത്, അത് ആണ് നീ മറച്ചത്. നിവിൻ ചോദിക്കുക അപ്പം രാവിലത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു വോയിസ് റെക്കോർഡുള്ള കാര്യം ആൾക്കറിയത്തില്ലായിരിക്കും, അതാണ്. നീ പറഞ്ഞത് തമാശയ്ക്കാണെന്ന്, നീ ഒരിക്കലും ആളെ ഒഫൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞതല്ലായിരിക്കുമെന്ന് ആൾക്കറിയാം. ഞാനൊരു കാര്യം പറഞ്ഞ് അപ്പം അറിയാമോ എന്ന് ചോദിച്ച്, അപ്പം അറിയില്ല എന്ന് പറഞ്ഞ്, പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നപ്പം വന്നിട്ട് പറയുന്നത് എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞ്, ഞാൻ അത്ര വലിയ ഉപജ്ഞാതമൊന്നുമല്ല മലയാളത്തിൻ്റെ എന്നുള്ള രീതിയിൽ പറഞ്ഞ്, അതങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് നിവിൻ ചോദിക്കും. നമ്മളെന്തിനാ ഇയാളുടെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നിവിൻ. വേണ്ട, നീ കേട്ടോണ്ടിരിക്കേണ്ട എന്ന് ലക്ഷ്മി. നീ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്ന് ആളിനറിയാമല്ലോ, ഇത്രയും പറഞ്ഞിട്ടും പുള്ളിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അതിപ്പോൾ ഉടനെ മനസ്സിലാവത്തില്ല, കുറച്ച് നേരം പുള്ളി ആലോചിച്ചിരുന്നിട്ട് പുള്ളി മനസ്സിലായാലും ഇല്ലെങ്കിലും അത് പറയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ കൊള്ളാം എന്ന് നിവിൻ. ഒരാൾ എപ്പോൾ ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്ന ബാക്കിയുള്ളവരാണോ? ആളിൻ്റെ സ്പേസ് കൊടുക്ക്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ്, വോയിസും എല്ലാവർക്കും. ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എല്ലാവരും അത് കൊടുക്കണം, ആരെയും അങ്ങനെ കൊച്ചാക്കി കാണല്. ലക്ഷ്മി ഷാനവാസിനോടും നിവിനോടും അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അനീഷ് ഇതൊന്നും കേട്ട മട്ടേയില്ല, ഒരേ നടത്ത് തന്നെ.